വയനാട് പുൽപ്പള്ളിയെ ഭയപ്പെടുത്തിയ കടുവയെ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിൽ രാവിലെയാണ് പെൺകടുവയെ മൃഗശാലയിൽ എത്തിച്ചത്. കടുവയുടെ പരിക്കുകൾ ചികിത്സിച്ച് ഭേദമായ ശേഷം മൃഗശാലയിൽ പ്രദർശനത്തിനായി മാറ്റാനാണ് തീരുമാനം. വയനാട് പുൽപ്പള്ളിയിൽ കാടിറങ്ങി നാട്ടുകാരെ വിറപ്പിച്ച കടുവ ഇനി തിരുവനന്തപുരം മൃഗശാലയിൽ സന്ദർശകർക്ക് കാഴ്ചക്കാരനാകും. നാട്ടിൽ ഭീതി പടർത്തിയ 8 വയസ്സുള്ള പെൺകടുവയെ വനം വകുപ്പ് പിടികൂടി തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി വയനാട് പുൽപ്പള്ളി അമരക്കുനി ഭാഗത്തെ വളർത്തുമൃഗങ്ങളെ കൊന്നു ഭക്ഷിക്കുകയായിരുന്നു കടുവ. അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫോറസ്റ്റ് RRT ഉദ്യോഗസ്ഥരടങ്ങിയ സംഘം മൃഗശാലയിലെ മൃഗാശുപത്രിയിലേക്ക് കടുവയെ മാറ്റിയത്. 2 ആഴ്ച ക്വാറന്റൈനും ചികിത്സയ്ക്കും ശേഷം പരിക്കുകൾ ഭേദമാകുന്നതോടെ കടുവയെ പ്രദർശനക്കൂട്ടിലേക്ക് മാറ്റും. വയനാട് കൂപ്പാടിയിൽ വനം വകുപ്പ് കടുവ പുനരധിവാസ കേന്ദ്രത്തിൽ കടുവകളുടെ എണ്ണം കൂടിയതിനാലാണ് കടുവയെ മൃഗശാലയിൽ എത്തിച്ചത്. വയനാട്ടിൽ നിന്നും മുൻപ് പിടികൂടിയ ജോർജ് എന്ന കടുവയെയും ഉടൻ മൃഗശാലയിൽ എത്തിക്കും. നിലവിൽ 3 ബംഗാൾ കടുവയും 2 വെള്ളക്കടുവയുമാണ് മൃഗശാലയിൽ പ്രദർശനത്തിനുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.